പരസ്യയോഗത്തിൽ പ്രസംഗിച്ച സുവിശേഷകനെ സ്നേഹം നടിച്ചു കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. മധ്യ ഉഗാണ്ടയിൽ സുവിശേഷ സംഘം നടത്തിയ പരസ്യയോഗത്തിൽ പ്രസംഗിച്ച സുവിശേഷകനെ സ്നേഹം നടിച്ചു കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. കമ്പാലയിലെ നാമങ്കുനെ പ്രദേശത്ത് പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയ ആൽഫ്രഡ് ക്രിറ്റങ്കയാണ് കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 9 സംഭവം. വൈകുന്നേരം നാമങ്കുണയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മോട്ടോർ സൈക്കിൾ ടാക്സി ഡ്രൈവർമാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ 4 പേർ ആൽഫ്രഡിനെയും ഭാര്യയെയും സമീപിച്ചു. തങ്ങൾ പ്രസംഗം കേട്ടവരാണെന്നും ക്രിസ്ത്യാനികളാണെന്നും പറയുകയും നിങ്ങളെ സൗജന്യമായി വീട്ടിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോയി വിടാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പ്രസംഗം കേട്ട വിശ്വാസികളാണെന്ന് അവർ പറഞ്ഞപ്പോൾ തങ്ങൾ അത് വിശ്വസിച്ചു. നബീരിയെ എന്നയാൾ പറഞ്ഞു. വാഗിസോ ജില്ലയിലെ കവാലയിലെ നോർത്തേണ് ബൈപ്പാസിൽ വച്ച് രാത്രി 9:30 ഗതാഗത കുരുക്ക് ഉണ്ടെന്നും മറ്റൊരു വഴി സുഗമമായി പോകാമെന്നും അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതും വിശ്വസിച്ചു. പിന്നീട് ഡ്രൈവർമാരിൽ ഒരാൾ തനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഫോണിൽ മറ്റുള്ളവരോട് ആവർത്തിച്ച് സംസാരിച്ചപ്പോൾ അസ്വസ്ഥ തോന്നിയതായി നബീരിയ മാധ്യമത്തോട് പറഞ്ഞു. താമസിയാതെ മറ്റു 3 പേരും സ്ഥലത്തെത്തി. അക്രമികൾ ദമ്പതികൾക്കു നേരെ തിരിഞ്ഞു ക്രൂരമായി മർദ്ദിച്ചു. അവർ ആൽഫ്രഡിനെ കത്തികൊണ്ട് കുത്തി മാരകമായി പരിക്കേൽപ്പിച്ചു. തുടർന്ന് ഭാര്യയെ മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചു. വിവരമറിഞ്ഞ് ചർച്ചിലെ വിശ്വാസികളും മറ്റും ഓടിയെത്തിയെങ്കിലും ആൽഫ്രഡ് മരണപ്പെട്ടിരുന്നു. മുസ്ലിം പ്രദേശങ്ങളിൽ ശക്തമായി സുവിശേഷം പ്രസംഗിക്കുന്നതിൽ സ്മരിക്കപ്പെട്ട സുവിശേഷകനായിരുന്നു ആൽഫ്രഡ് എന്ന് സഭാ നേതൃത്വം സാക്ഷീകരിച്ചു.